മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 29/5/1982 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകമാണ് നക്ഷത്രം, മകം 2-ാം പാദം. കർക്കടക ലഗ്നം, 2-ൽ ചന്ദ്രൻ, 3-ൽ കുജൻ, ശനി, 4-ൽ വ്യാഴം, 5 ശൂന്യം, 6-ൽ കേതു, 7, 8, 9 ഭാവങ്ങൾ ശൂന്യം, 10-ൽ ശുക്രൻ, 11-ൽ സൂര്യൻ, ബുധൻ, ഗുളികൻ, 12-ൽ രാഹു. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീ ജാതകമാണിത്. ധാരാളം സൂക്ഷിച്ചില്ല എങ്കിൽ ധാരാളം പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു ഗ്രഹനില കൂടിയാണിത്. ഡിവോഴ്സ് ആയിട്ടുള്ള, വിവാഹമോചനം നേടിയിട്ടുള്ള ഒരാളുടെ ഗ്രഹനിലയും കൂടിയാണിത്. എന്തുകൊണ്ടാണത്? ഒന്ന്, ലഗ്നാൽ 7-ാം ഭാവാധിപൻ ശനി 3-ൽ കുജനോടൊത്ത് അഗ്നി മാരുത യോഗം ചെയ്ത് നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. കുജൻ നിൽക്കുന്നത് തന്നെ ശത്രുക്ഷേത്രത്തിലാണ്, ബുധൻ്റെ ക്ഷേത്രത്തിൽ. അവിടെ ശനി കൂടെ നിൽക്കുമ്പോൾ അത് അഗ്നി മാരുത യോഗമായി തീയും കാറ്റും പോലെയുള്ള സാഹചര്യങ്ങൾ വിവാഹശേഷം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. അടിപിടി അക്രമം വരെ ഉണ്ടായ ശേഷം അത് വിവാഹമോചനത്തിലെത്തുക തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ അടിപിടി അക്രമം എന്ന് പറയുന്നത് കുജൻ്റെ ഒരു അവകാശം തന്നെയാണ്. കുജനൊക്കെ ഒരു ഗ്രഹനിലയിൽ കറക്റ്റല്ലാത്ത പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാലാണ് ക്രിമിനൽ വരെ ആവുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ ജാതകം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കുജൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മോശപ്പെട്ട നീചമായിട്ടുള്ള രീതിയിലാണ് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശക്തനായ ശനി ലഗ്നാൽ 3-ൽ കുജനോടൊത്ത് നിൽക്കുന്നത് വിവാഹ സംബന്ധമായിട്ട് ഒരു വലിയ ഭീഷണി തന്നെ ആണ്. അതിനോട് ചേർക്കാൻ പറ്റാത്ത ഗ്രഹനിലകളാണ് പോയി എടുക്കുന്നത് എങ്കിൽ അത് തട്ടിത്തൂവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 5-ാം ഭാവാധിപൻ കൂടിയാണ് ഇവിടെ കുജൻ. 5-ാം ഭാവം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനമാണ്. കുജൻ ശനിയോടൊത്ത് നിൽക്കുമ്പോൾ പ്രസ്തുത ശനി 3-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. അവിടേക്ക് രാഹു തൻ്റെ 6-ാമത്തെ ദൃഷ്ടിയും കൊടുക്കുന്നു. ഒരു തരം മൈൻഡ് സെറ്റ് ഈ വ്യക്തിക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരാളെയും അനുസരിക്കാത്ത, ധിക്കാരത്തോടെ മാത്രം ചിന്തിക്കുന്ന, പറയുന്ന, പ്രവർത്തിക്കുന്ന, ഞാനാണ് വലുത് എന്ന് പറയുന്ന ചിന്തിക്കുന്ന ഒരു ഭാവം, സ്ഥായിയായ ഭാവം ഇത്തരക്കാർക്ക് സഹജമായിട്ട് കാണാറുണ്ട്. അത് ഈ വ്യക്തിക്ക് ധാരാളമായിട്ടുണ്ട് എന്ന് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ വിളിച്ചപ്പോൾ പറഞ്ഞു. ഇത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. പൊതുവെ 5-ാം ഭാവാധിപൻ കുജനായി ആർക്ക് വന്നാലും ആ ഗ്രഹം കറക്റ്റ് അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ അവരെ കൊണ്ടൊരു കാര്യം അനുസരിപ്പിക്കുക, പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന ധാരണയിൽ അല്ല, മിഥ്യാധാരണയിൽ നടക്കുന്ന, എന്നാൽ അതിനനുസരിച്ച് അബദ്ധങ്ങൾ മാത്രം പറ്റുന്ന, ദുരിതങ്ങൾ മാത്രം അനുഭവിക്കേണ്ടതായി വരുന്ന ഒരവസ്ഥയും ഇത്തരക്കാർക്ക് സഹജമായി കാണാറുണ്ട്. ഈ വ്യക്തിയുടെയും കാര്യം മറിച്ചല്ല. അതേപോലെ തന്നെയാണ് പൊതുവെ 5-ാം ഭാവാധിപനൊക്കെ കുജനെ പോലെ ശക്തനായിട്ടുള്ളൊരു ഗ്രഹമാവുകയും അത് ശനിയെപ്പോലെ തത്തുല്യ ശക്തിയോടുകൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾ പാലിച്ചു പോയാൽ മാത്രമേ ജീവിതം കൊണ്ട് ഗുണം, നേട്ടം ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതല്ല എങ്കിൽ ഒരു ലൂപ്പിൽ കിടന്നിങ്ങനെ കറങ്ങാം. മുന്നോട്ട് പോകുമോ അതില്ല, പുറകോട്ടിറങ്ങാൻ പറ്റുമോ അതുമില്ല, നിന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും എന്ന് പറയുന്നൊരവസ്ഥ ഇത്തരക്കാർക്ക് ധാരാളമായി കണ്ടുവരാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ലാണ് വിവാഹകാരകൻ ശുക്രൻ നിൽക്കുന്നത്. അവിടേക്ക് ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ഗുളികനാകട്ടെ രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രൻ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളെ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 10-ാം ഭാവാധിപനും ഇവിടെ കുജൻ തന്നെയാണ്, ശനിയോടൊത്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള സമയത്തും ജോലി സ്ഥലത്തും ഇതുപോലുള്ള തർക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് വയ്ക്കുക, ഒരിക്കലും ഒരു കാലത്തും അത് അംഗീകരിക്കാൻ ഈ 5-ാം ഭാവാധിപൻ കുജൻ ശനി കോമ്പിനേഷൻ കൊണ്ട് അത് സമ്മതിക്കുകയുമില്ല. മാത്രവുമല്ല രാഹുവിൻ്റെ ദൃഷ്ടി കൂടെ ഉള്ളത് കൊണ്ട് സൂത്രബുദ്ധി, കൗശലബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യും. ഒളിക്കേണ്ടുന്നത് ഒളിച്ചു പറയുക,
അല്ലെങ്കിൽ പറയേണ്ടതിനെ ഒളിച്ചു വയ്ക്കുക പോലെയുള്ള സൂത്രബുദ്ധികളും ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗുളികൻ്റെ രണ്ടാമത്തെ ദൃഷ്ടിയിലാണ് രാഹു നിൽക്കുന്നത്. അത് ഏറ്റുവാങ്ങിയ ശേഷമാണ് രാഹു തൻ്റെ 6ാം ദൃഷ്ടി ലഗ്നാൽ 5ലേക്ക് നടത്തുന്നത്. രാഹു കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടിയിലുമാണ്. അപ്പോൾ വളരെ ഇത്തരക്കാർക്കൊക്കെ ശനിദശ, രാഹുദശ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ്. ഈ ചെയ്തു കൂട്ടുന്ന എല്ലാ മോശമായിട്ടുള്ള ചിന്തകൾക്കും പ്രവർത്തികൾക്കും എല്ലാമുള്ള ഒരു അനുഭവങ്ങൾ രാഹുദശയിൽ ഇത്തരക്കാർക്ക് കിട്ടി അല്ലെങ്കിൽ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതിനെയാണ് പിന്നീട് നമ്മൾ കർമ്മദോഷം എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പറയാറില്ലേ. കർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരിടത്ത് മോശം ചെയ്യുമ്പോൾ അത് പിന്നീട് മറ്റൊരു സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന രീതി, അതാണ് കർമ്മ. ഇവിടെ കുജദശയിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. തൊട്ട് നെക്സ്റ്റ് കുജദശ കഴിഞ്ഞാൽ 2029 ശേഷം വരുന്നത് രാഹുദശയാണ്. സൂക്ഷിച്ചല്ല പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. രാഹു നിൽക്കുന്നത് വളരെ മോശമാണ്. 12ലാണ് നിൽക്കുന്നത്. ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയിലാണ്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് രാഹുദശ എന്ന് പറയുന്നത്. ഈ കുജദശയാവട്ടെ എഴുത്തുചാട്ടങ്ങൾക്ക് വലിയ ത്വര അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കും. അതിൽ പലതും അബദ്ധങ്ങളായി, തർക്കങ്ങളായി, വഴക്കുകളായി, മുഷിച്ചിലുകളായി മാറുകയും ചെയ്യും. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നിൽക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ആളുകളുമായി തർക്കിച്ച് മാറുന്ന, രണ്ടും രണ്ടാകുന്ന ഒരു രീതി ഈ ചൊവ്വദശ പോലെയുള്ള കുജദശ പോലെയുള്ള സമയത്ത് ഇത്തരം കുജൻ നിൽക്കുന്ന ഗ്രഹനിലകളിൽ കണ്ടുവരാറുണ്ട്. ആ വ്യക്തി അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതും നല്ലതല്ല. കാരണം സൂര്യനാകട്ടെ ഗുളികനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അത് ഗുളികൻ പിടിച്ചിട്ടുള്ള ബുധനാണ്. അപ്പോൾ ബുധൻ ഗുളികൻ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. നമ്മളെ ചിന്തകളെയൊക്കെ ഗുളികൻ ഭയങ്കരമായിട്ട് നെഗറ്റീവാക്കും. അറിവിനെ ബാധിക്കും, ബുദ്ധിയെ ബാധിക്കും. അതിനനുസരിച്ച് അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും, തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് വഴക്കുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിനനുസരിച്ച് സ്വസ്ഥത പോയിക്കൊണ്ടേയിരിക്കും. ഇദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെയും അവസ്ഥ ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ആണ്. പൊതുവേ മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ 7ാം ഭാവാധിപത്യം വഹിച്ച് ശനി, കുജൻ ഈ ഗ്രഹങ്ങൾ അഗ്നിമാരുത യോഗമൊക്കെ ചെയ്ത് നിന്നു കഴിഞ്ഞാൽ, അത് ഒരുമിച്ച് നിന്നാലോ ദൃഷ്ടിയിൽ വന്നാലോ എടുക്കുന്ന ഗ്രഹനിലകൾ അങ്ങേയറ്റം ശ്രദ്ധിച്ചായിരിക്കണം. അല്ലെങ്കിൽ അടിപിടി അക്രമം തന്നെ ഉണ്ടായി അത് ഒടുവിൽ വിവാഹമോചനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രഹനില. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിൽ വരുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ വ്യക്തിയുടെ. കൃത്യമായിട്ട് അതിന് കണിശമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ കണിശമായി തന്നെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 30-40% മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 30-40% മാറ്റങ്ങളെ പരിഹാരം ചെയ്താലും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ ഗ്രഹനിലയുടെ ഹെവിനെസ്, കട്ടി സ്വഭാവം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സാധാരണ അല്പം ശ്രമകരമായി എഫേർട്ട് ഇട്ട് പരിഹാരമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 60-70% വരെ മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടായി കാണാറുണ്ട്. പക്ഷേ ഈ വ്യക്തിക്കൊക്കെ ഒരു 30-40% മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അത്തരമൊരു അവസ്ഥ ഇവിടെയുണ്ട്. പ്രധാനമായും ലഗ്നാധിപൻ ചന്ദ്രനാണ്. സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. സൂര്യനെ ഗുളികൻ വഹിച്ചിട്ടുണ്ട്, ബുധനെ ഗുളികൻ വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വിവാഹകാരകനെ ഗുളികൻ പിടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ശുക്രനാവട്ടെ ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനാണ്. വിവാഹകാരക ഗ്രഹം തന്നെ ഗുളിക ഭവനാധിപൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ വീട്ടിൽ ഗുളികൻ വസിക്കുന്നു എന്നർത്ഥം. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അവിടേക്കാണ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കുജനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10ാം ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം രാഹു തൻ്റെ 12ാമത്തെ ദൃഷ്ടി ശുക്രൻ്റെ ക്ഷേത്രമായിട്ടുള്ള സൂര്യനും ബുധനും നിൽക്കുന്ന ഇടത്തേക്ക് കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണിത് എന്ന് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്താൽ കേതു ദശയിലായിരുന്നു ജനനം. മകമാണ് നക്ഷത്രം. 86 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം 2022 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജദശ 2029 വരെ, ശേഷമാണ് നേരത്തെ പറഞ്ഞ രാഹു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പീരീഡായിരിക്കും ഈ വ്യക്തിയെ സംബന്ധിച്ച് രാഹു ദശ. അതിനുശേഷം യഥാക്രമം ഗുരു, ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു വരിക. ചൊവ്വയിൽ ബുധനാണ്, ശത്രു സംഗമം തന്നെയാണ്. ചൊവ്വ ബുധൻ നല്ല ബന്ധത്തിലല്ല ഉള്ളത്. അത് 22/8/2025 തൊട്ട് 2026 ഓഗസ്റ്റ് 19 വരെ. ചൊവ്വ ശനിയോടൊത്ത് നിൽക്കുന്ന ചൊവ്വ നേരത്തെ പറഞ്ഞു. കുജ മന്ദയോഗം, അഗ്നിമാരുത യോഗം തന്നെയാണത്. ബുധൻ ഗുളികനോടൊത്തു നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിലുള്ള ബുധൻ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന
ഒരു സമയം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് ബുധൻ്റെ അപഹാരം. അങ്ങേയറ്റം ശ്രദ്ധിച്ച് മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യമായ പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 30-40% പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.